السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأمين وآل كل وصحابة أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. وقال النبي صلى الله عليه وسلم: عليكم بالصدق فإن الصدق يهدي إلى البر وإن البر يهدي إلى الجنة. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അറിവിൻ്റെ പുലരിയിലേക്കെന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരോടൊപ്പം കൂട്ടുകൂടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല അമലായി അള്ളാഹുവിൻ്റെ മശായിഖന്മാരായ ഔലിയാക്കൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സൽക്രമമായി അള്ളാഹു ഇതിനൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന് മറ്റു മനുഷ്യന്മാരുള്ള കടപ്പാടുകൾ എന്ന വിഷയമായിരുന്നു നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി വെച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഹ്രസ്വമായ രൂപത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവിശ്വാസികളോടുകൂടെ, സത്യം പറയുന്ന ആളുകളോടൊപ്പം നിങ്ങൾ കൂടുകയും ചെയ്യണം. സത്യം വളരെ മഹത്വമുള്ള ഒരു അമലാണ് എന്ന് നമുക്കറിയാലോ. ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം: അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة. നിങ്ങളെ മേൽ സത്യത്തെ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. എന്താണ് സത്യത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന അനന്തരഫലം? യഹ്ദി ഇലൽ ബിർ, അത് മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കും. അങ്ങനെ നന്മയിലേക്ക് എത്തിയാലോ? അൽ ബിർ യഹ്ദി ഇലൽ ജന്ന, നന്മ മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ആകയാൽ സത്യം എന്നുള്ളത്, സത്യം പറയുക എന്നുള്ളത്, സത്യവാന്മാരോടൊപ്പം കൂടുക എന്നുള്ളത്, സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളത്, ഇതെല്ലാം യഹ്ദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു കവചമാണ്. എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പ്രത്യേകമായി മനുഷ്യരോട് കരുണ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തമ്മിൽ ഒരുപാട് കടപ്പാടുകളുണ്ട്. സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യേണ്ട ഒരു കടമയാണ്. മനുഷ്യൻ എന്നുള്ളത് നമുക്കറിയാലോ, ചിന്തിക്കുകയും വിവേചന ബുദ്ധിയും തൻ്റെടവും കഴിവുമുള്ള ഉന്നത ബോധമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്നുള്ളത്. ചിന്താശേഷിയും ബുദ്ധിയും തൻ്റെടവും പക്വതയുമെല്ലാം അല്ലാഹു തആല നൽകിയ ഒരു വിഭാഗമാണ് മനുഷ്യ വിഭാഗം. എന്നാൽ ആ മനുഷ്യൻ പക്വതയോടെ
ബുദ്ധിയോടെ അള്ളാഹു അവനക്ക് നൽകിയ വിവേകത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായി മനുഷ്യൻ മനുഷ്യനായി മാറുക. അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി മാറും. ബൽ അൻആം കൽ അൻആം ബൽഹും അളല്ല്. ഖുർആൻ പറഞ്ഞില്ലേ, അവൻ മൃഗതുല്യനാണ്, അല്ല അതിനേക്കാൾ തരം താഴ്ന്നവനാണ് എന്നുള്ള നിലയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും, മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചില്ലെങ്കിൽ. പരസ്പര സ്നേഹവും കാരുണ്യവും ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് നിർബന്ധമായ ഘടകമാണ്. നമുക്കറിയാലോ, സ്നേഹവും കാരുണ്യവും മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുമ്പോഴാണ് യഥാർത്ഥമായി മനുഷ്യൻ മനുഷ്യനായി മാറുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പരിപൂർണമായി വിശ്വാസിയാവുകയില്ല. തമ്മിൽ പരസ്പരം നാം സ്നേഹിക്കണം, കരുണ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ തമ്മിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും നിലനിർത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ ഘടകമാണ്. അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ജനങ്ങളോട് കരുണയുള്ളവരാകണം. ഈ ആയത്ത് നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, റഹിമൂന ഇർഹമുഹുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ്. നിങ്ങൾ പരസ്പരം കരുണ ഉള്ളവരായി ജീവിക്കുക, റഹ്മത്ത് ചൊരിയണം. ചൊരിയുന്ന സമയത്താണ് ആകാശഭൂമികളെ പരിപാലിക്കുന്ന റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യുകയുള്ളൂ. ഇന്ന് സമ്പത്തിന്റെയും സ്ഥാനത്തിന്റെയും പേരിൽ എവിടെയെങ്കിലും ചെന്ന് 4 കാശുണ്ടാകുമ്പോഴത്തിന് കുടുംബങ്ങൾ വേണ്ട, ബന്ധങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുഗം. അതുപോലെ എന്തെങ്കിലും സ്ഥാനങ്ങൾ ലഭിക്കുമ്പോ കൂട്ടുകുടുംബങ്ങളെ മറന്ന്, അയൽവാസികളെ മറന്ന്, ബന്ധങ്ങൾ ഇല്ലാതെയാക്കി ആ സ്ഥാനവും പണവുമെല്ലാം ഒരു സെക്കൻഡ് മതി നഷ്ടപ്പെട്ടു പോകാൻ. ആ രൂപം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്മാരുടെ പ്രത്യേകമായി കരുണ ബഹുമാനവും കാണിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഒരു ഹൈന്ദവനായ സുഹൃത്തിന്റെ ജനാസ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചില്ലേ, നബിയെ, അവർ അന്യമതത്തിൽപ്പെട്ട ആളല്ലേ, എന്തിനാണ് അങ്ങ് അവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങ് എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കറമല്ലാഹു ബനി ആദം. അല്ലാഹു ആദം സന്തതിയെ ബഹുമാനിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലം, അവനെ സഹായിക്കുന്ന കാലം മുഴുവനും അല്ലാഹുവിന്റെ സഹായം അവൻക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കൂടുതലൊന്നും നമ്മൾ ചെയ്യണം എന്നില്ല, മറിച്ച് കാണുന്ന സമയത്ത് ഒരു പുഞ്ചിരി, അത് വലിയൊരു കരുണയല്ലേ? പാവങ്ങളെ സഹായിക്കുക, ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, എന്തിലേറെ പറയണം, നല്ലൊരു വാക്ക് നാം തൻ്റെ സഹോദരനോട് പറയുക, ഇതെല്ലാം നമുക്ക് കടമപ്പെട്ട സംഗതിയാണ്. സ്ഥാനത്തിന്റെയോ മാനത്തിന്റെയോ പേരിൽ
വർഷങ്ങളോളം മിണ്ടാതിരിക്കുകയും വർഷങ്ങളോളം തെറ്റി നടക്കുകയും ചെയ്യുന്നൊരു യുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അപകടം നമ്മുടെ നാട്ടിലുണ്ടായി. പാങ്ങ് സ്വദേശികളായ 6-7 അധ്യാപകന്മാർ അടങ്ങുന്ന ഒരു സംഘം സഞ്ചരിച്ച വാഹനം ഒരുപാട് താഴയിലേക്ക് വീഴുകയും 9 ആളുകൾ മരണപ്പെട്ട വിവരം നമ്മളൊക്കെ കേട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. ഉമ്മയോടും ബാപ്പയോടും കൂട്ടുകുടുംബങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ആളുകളാണ് പിന്നെ അവരുടെ വീട്ടിലേക്ക് വെള്ളയിൽ പൊതിഞ്ഞ മയ്യത്താണ് അവരെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതെങ്കിൽ ഇതുപോലെ എന്തുകൊണ്ട് നമുക്കും സംഭവിച്ചു കൂടാ? അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പണത്തിൻ്റെയോ പത്രാസിൻ്റെയോ പേരിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അവരോടൊരിക്കലും പിണങ്ങി നിൽക്കാനോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്ഷമയുടെയും സഹനത്തിൻ്റെയും സ്വഭാവം നമുക്ക് ഉണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുൽഖുൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ചോദിച്ച സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ഖുൽഖുൽ ഖുർആൻ, ഖുർആൻ എന്താണോ പറഞ്ഞത് അതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ക്രൂരമായി പ്രവർത്തിച്ച, ആക്രമിച്ച, കളിയാക്കിയ എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിക്കുകയും സഹനത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്തു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, വബിഹംസത്തുൽ ഖറാർ അമ്മിൽ മുസ്തഫ ഹസദൻ ഇലാഹി വസയ്യിദുശ് ശുഹദാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് രണാങ്കണത്തിൽ വെച്ച് വെട്ടിക്കൊന്ന വഹ്ശി എന്ന് പറയുന്നവൻ നമുക്കറിയാലോ, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, ഷഹീദായത്, ഉഹദിൽ വെച്ച് ഷഹീദായി. അള്ളാഹിന്റെ ഹബീബിന് വല്ലാത്ത വിഷമുണ്ടായി. കാരണം ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമുള്ള, വല്ലാതെ ആശിച്ചിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്നുള്ള ഷഹാദത്തും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചൊരു സംഗതിയാണ്. എന്നാൽ നമുക്കറിയാം, ആ ഹംസ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് അള്ളാഹിന്റെ ഹബീബിന്റെ സാമീപ്യം വന്നപ്പോൾ അള്ളാഹിന്റെ ഹബീബ് എളാപ്പയെ വെട്ടിക്കൊന്നവരാണെന്ന ഒരു നിലനിൽക്കും അവരോട് പ്രതികാരം ചെയ്യാതെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാമിലേക്ക് അഭിവാദനം ചെയ്യുകയും ചെയ്തു. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. ഒരിക്കലും ഇസ്ലാം തീവ്രവാദമോ ഭീകരവാദമോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നാം യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത്. പിന്നെ അള്ളാഹു പ്രത്യേകമായി പറഞ്ഞത് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്നാണ്. പലയിടങ്ങളിലായി ജനങ്ങളെ എന്നും പലയിടങ്ങളിലായി വിശ്വാസികളെ എന്നും അള്ളാഹുവിന്റെ ഹബീബ് അഭിസംബോധനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ജനങ്ങളോട്, മനുഷ്യന്മാരോട് നമുക്കൊരുപാട് കടപ്പാടുകളുണ്ട്. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരിക്കലും തമ്മിൽ നാം മിണ്ടാതിരിക്കുകയോ അവരോട് ദേഷ്യം കാണിക്കുകയോ വൈരാഗ്യമുണ്ടാവുകയോ ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം ഉണ്ടായാൽ അള്ളാഹു പറയുന്നില്ല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അള്ളാഹിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നാം വർദ്ധിക്കണം. എല്ലാരോടും, എല്ലാ മനുഷ്യന്മാരോടും സ്നേഹമുള്ളവരായി, മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ, ഹൈന്ദവനാവട്ടെ
ക്രൈസ്തവനാവട്ടെ, ആരായാലും അഖിരിം ജാറക വലൗ കാന കാഫിറ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നിന്റെ അയൽവാസി കാഫിറാണെങ്കിലും അവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക മതം. അതുകൊണ്ട് കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാര്, സഹോദരി സഹോദരന്മാര്, ഉമ്മ വാപ്പമാര്, ഉമ്മ മക്കള്, വാപ്പ മക്കള്, കൂട്ടുകുടുംബങ്ങള്, എന്തോ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നൊരു കാലം ഉണ്ടാകാൻ പാടില്ല. നാം അഭിവാദനം ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അത് ഒരിക്കലും അനുവദിക്കുന്നില്ല. നമ്മുടെ അമലുകൾ, ഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറൽ ഹതബ. ഒരാളുള്ള പക, ഒരാളുള്ള വിദ്വേഷം നമ്മളെ നന്മകളെ തിന്നുകളയും. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഖുർആൻ ഓതുന്നു, കൃത്യമായി നിസ്കരിക്കുന്നു, എല്ലാ സൽക്രമങ്ങളും ചെയ്യുന്നു, പക്ഷേ ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല, സഹോദരിമാരോട് മിണ്ടുന്നില്ല, അനുജനോട് മിണ്ടുന്നില്ല, ബാപ്പായോട് മിണ്ടുന്നില്ല, ഉമ്മയോട് മിണ്ടുന്നില്ല. വളരെ ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കാരം കൊണ്ടൊരു ഫലവും നമുക്ക് കിട്ടുകയില്ല, ഖുർആൻ ഓത്തുകൊണ്ട് നമുക്ക് കിട്ടുകയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, കുടുംബ ബന്ധം ചേർക്കല് അള്ളാഹുവിനോട് ബന്ധം ചേർക്കുന്നവർക്ക് തുല്യമാണ്. ഒരാൾ അള്ളാഹുവിനോട് ബന്ധം ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റഹ്മ, അവൻ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞ് ശവ്വാല് നമ്മളോട് വിട പറഞ്ഞു. ഈ റമദാനിലും അതുപോലെ റജബിലും ശഅബാനിലും നമുക്ക് കിട്ടിയ ആത്മീയത നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന ആത്മീയതയാവണം. ഈ റമദാൻ നമുക്ക് സ്വീകാര്യോഗ്യമായ റമദാനാകണമെങ്കിൽ നാം ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സിൽ ഒരിക്കലും ആരോടും കിബിറില്ലാത്ത, ഹസദില്ലാത്ത, ഉജ്ബില്ലാത്ത, റിയാഹില്ലാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരസ്പരം തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.